നാട്ടുപ്രമാണിയായ ധനികന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ ഒരുപാട് പേര് ആഗ്രഹിച്ചു. അങ്ങനെ ഒരു യുവാവ് അവളെ വിവാഹം അഭ്യർത്ഥന നടത്തി പ്രമാണിയുടെ അടുത്തെത്തി. പ്രമാണി പറഞ്ഞു, നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരാം, പക്ഷേ ഒരു ടെസ്റ്റ് പാസ്സാവണം, ഒരു മത്സരം നീ വിജയിക്കണം. എനിക്ക് 3 കാളകളുണ്ട്, ആ 3 കാളകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ വാല് പിടിക്കാൻ നിനക്ക് സാധിച്ചാൽ എൻ്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. അങ്ങനെ യുവാവ് സമ്മതിച്ചു. ആ യുവാവ് തൻ്റെ അവസരത്തിനായി കാത്തു നിന്നു. ആദ്യത്തെ കാള വന്നു. ആദ്യത്തെ കാള വന്ന ഉടനെ തന്നെ യുവാവ് പേടിച്ചു പോയി. കാരണം വളരെ ശക്തനായ കാളയായിരുന്നു. അതിൻ്റെ വാലെ പോയിട്ട് അതിൻ്റെ വരവിൻ്റെ അടുത്ത് പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള കാള. ആ ഒരു അവസരം യുവാവ് നഷ്ടപ്പെടുത്തി. തനിക്ക് എന്തായാലും കഴിയില്ല എന്ന് മനസ്സിലായി. അടുത്ത കാള വന്നു. അടുത്ത കാള വന്നപ്പോഴും അതിനേക്കാൾ ശക്തനായ കാള, അതായത് ആദ്യം വന്നതിനേക്കാൾ ശക്തനായ കാള, അതിനെയും യുവാവ് വെറുതെ വിട്ടു. അതായത് തനിക്ക് പിടിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഒഴിവാക്കി. അപ്പോൾ ലാസ്റ്റ് ഇനി ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. 3ാമത്തെ കാള വന്നാൽ എന്തായാലും വാലെ പിടിക്കണം. അതിന് തയ്യാറായിട്ട് നമ്മുടെ യുവാവ് നിന്നു. 3ാമത്തെ കാള വന്നു. പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ട് വളരെ മെലിഞ്ഞുണങ്ങിയ ഒരു കാളയാണ് വന്നത്. അതിനാണെങ്കിൽ വാലുമില്ല. ഇതോടുകൂടി ആ ഒരു മത്സരത്തിൽ നിന്ന് അയാൾക്ക് പിന്മാറേണ്ടതായിട്ട് വന്നു. ഇതേപോലെയാണ് നമ്മളുടെ ജീവിതവും. പലപ്പോഴും കിട്ടുന്ന അവസരങ്ങൾ അടുത്തത് നല്ലത് വരുമെന്ന് കാത്തിരിക്കും. അങ്ങനെ കാത്തിരുന്നതിന് ശേഷം കിട്ടുന്ന അവസരം വളരെ മോശമായതോ അല്ലെങ്കിൽ നേരത്തെ വന്ന അവസരങ്ങളെക്കാൾ മോശമായതായിരിക്കും. അവസരങ്ങൾ അമൂല്യമാണ്, പാഴാക്കാതിരിക്കുക. ഹാവ് എ നൈസ് ഡേ.